യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അബുദാബിയിൽ നടന്ന 2 ദിവസത്തെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച വീണ്ടും തുടരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ രാത്രി യുക്രൈന് നേരെ റഷ്യ നടത്തിയ കനത്ത ആക്രമണം ചർച്ചകളെ വില കൽപ്പിക്കുന്നില്ല എന്ന സൂചനയാണെന്ന നിലപാടിലാണ് റഷ്യ എന്ന വിമർശനവും ശക്തമാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, യുദ്ധവിരാമത്തിനായുള്ള അബുദാബിയിലെ ചർച്ച അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് വിവരങ്ങൾ? ദിവ്യ, ഈ ചർച്ച സംബന്ധിച്ച് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം ഫെബ്രുവരി 1 ഈ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ്. നേരത്തെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അത്തരമൊരു വിവരം പങ്കുവച്ചിരുന്നെങ്കിലും ഇപ്പോൾ US ഉദ്യോഗസ്ഥരെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഫെബ്രുവരി 1 അബുദാബിയിൽ തന്നെ ഈ ചർച്ചകൾ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ ചർച്ചകൾ പൂർത്തിയാക്കി 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അബുദാബിയിൽ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്തകൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ചർച്ചകൾ ഫെബ്രുവരി 1 പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 3 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. റഷ്യയുടെയും ഉക്രൈൻ്റെയും അതേപോലെ തന്നെ US-ൻ്റെയും പ്രതിനിധികൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും പ്രസിഡന്റിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ സൈനിക പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ക്രിയാത്മകമായ ചർച്ചയാണ് അബുദാബിയിൽ നടന്നത് എന്നാണ് എല്ലാ വിഭാഗവും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് UAE വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം പറയുന്നുണ്ട്. ക്രിയാത്മകമായിരുന്നു ചർച്ച. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴിത്തിരിവോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഈ 2 ദിവസം ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ഒരു ബൃഹത്തായ ഒരു കരാറിലേക്ക്, യുദ്ധവിരാമ കരാറിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ 2 ദിവസത്തെ ചർച്ചകൾ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ രാത്രി കൈവിലും മറ്റും റഷ്യ നടത്തിയ ആക്രമണത്തെ നിശിതമായി വിമർശിക്കുകയാണ് ഉക്രൈൻ. ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അതിനൊന്നും യാതൊരു വില കൽപ്പിക്കാതെ മനുഷ്യരെ കൊന്നെടുക്കുന്ന രീതിയിലേക്കാണ് റഷ്യയുടെ ആക്രമണം തുടരുന്നത് എന്നാണ് ഉക്രൈൻ. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അബുദാബിയിൽ നടന്ന 2 ദിവസത്തെ ചർച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച വീണ്ടും തുടരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ തുടരുകയാണ്. ഷിനോജ്, നോക്കൂ, ഈ രീതിയിൽ ചർച്ച മുന്നോട്ട് നീങ്ങുമ്പോഴും റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനത്തുൾപ്പെടെ കീവിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണം, അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമൊക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നപ്പോൾ അതിനോടെങ്ങനെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതികരണം വരുന്നത്? ഈ ആക്രമണത്തെ US-ഉം അതേപോലെ തന്നെ ഉക്രൈനും നിശ്ചിതമായി വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് ആ രാജ്യത്തെ ജനങ്ങളും ഈ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചകളെ കണ്ടിരുന്നത്. പക്ഷേ കൈവിലും മറ്റുമുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് യാതൊരു തീരുമാനങ്ങളും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾക്ക് മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തണുപ്പാണ് ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണങ്ങളിൽ ഈ റൂമും മറ്റും ചൂടാക്കാനുള്ള സംവിധാനങ്ങളും മറ്റും നശിച്ചു പോയിട്ട് നിരവധി പേർ തെരുവിലാണ് ഉള്ളത്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നു. ക്രിയാത്മകമായ ഒരു ചർച്ച അബുദാബിയിൽ നടക്കുമ്പോൾ റഷ്യക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് പല പ്രതികരണങ്ങളും വരുന്നത്. പക്ഷേ റഷ്യയും ഇപ്പോൾ ഈ രാത്രിയിൽ പ്രതികരിച്ചിട്ടുള്ളത് ഞങ്ങളും ചർച്ച തുടരാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഉക്രൈനും പറയുന്നത് ചർച്ച തുടരുകയാണ്. അല്ലെങ്കിൽ ഫെബ്രുവരി 1 വീണ്ടും അബുദാബിയിൽ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇരുന്ന് വിശദമായ ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ്. ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു ചർച്ച ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് US പ്രതിനിധികൾ പങ്കെടുക്കുന്നു, ഉക്രൈൻ പ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതേപോലെ തന്നെ റഷ്യയുടെയും ഉന്നത പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതിൽ വേദി ഒരുക്കി UAE ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഒരു പുതിയ മാനദണ്ഡങ്ങളും അതേപോലെ തന്നെ ഒരു ഒത്തുതീർപ്പ് സമവായങ്ങളും രൂപപ്പെടുത്താൻ പുതിയ ചർച്ചകൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ ലോകമെമ്പാടും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ഈ ചർച്ചയിൽ അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങളിൽ യുക്രൈനും പൂർണ്ണ തൃപ്തിയിൽ തന്നെയാണോ? അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്തരം കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിലെ പ്രതിഷേധമാണ് കാര്യമായി ഉക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കരാർ രൂപപ്പെടുത്താൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UAE പ്രതിനിധി, UAE വിദേശ മന്ത്രാലയത്തിന്റെ പ്രതിനിധി അഫ്ര ഹമേലി അല്പം മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചകൾ മുന്നോട്ട് പോകും, വലിയ പ്രതീക്ഷകൾ ഈ ചർച്ചകളിലുണ്ട്. അതേപോലെ തന്നെ ഈ സംഘർഷം കുറയ്ക്കാനും ഈ ഇടപെടൽ സാധ്യമാകും എന്നാണ് UAE പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷം തികയുകയാണ് ഫെബ്രുവരിയിൽ. അതിനിടയിൽ തന്നെ 17 തവണ തടവുകാരെ പരസ്പരം വിട്ടയക്കാൻ റഷ്യയും ഉക്രൈനും തയ്യാറായിട്ടുള്ളത് UAE ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിരാമത്തിനും UAE ഇടപെടൽ ഫലം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളും വെച്ചു പുലർത്തുന്നത്. ദിവ്യ, സമാധാന ചർച്ച അടുത്ത ആഴ്ചയും തുടരും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷിനു ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഗസയിലേക്കാണ്. വെടിനിർത്തലിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ വടക്കൻ ഗസയിൽ ഇന്ന് 2 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഫലസ്തീനികളുടെ എണ്ണം 481 എന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ന്യൂ ഗസ പദ്ധതി ചർച്ച ചെയ്യാൻ US ദൂതരായ സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്നറും ഇസ്രായേലിലെത്തി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, കരാർ ലംഘനം നടത്തിക്കൊണ്ട് വീണ്ടും എവിടങ്ങളിലൊക്കെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം? ദിവ്യ, ഇന്ന് കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയിലുള്ള ഒരു പ്രമുഖ ആശുപത്രിയാണ്. ഈ ആശുപത്രിക്ക് സമീപം തീക്കായാൻ ഇരുന്നിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. നമ്മൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ദുരന്തപൂർണ്ണമാണ്, എന്തുമാത്രം വേദനാജനകമാണ് എന്നുള്ളത്. ഇങ്ങനെ ഗസയിൽ ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോഴത്തെ താപനില എന്ന് പറയുന്നത്. അത്രയ്ക്ക് തണുത്ത ഒരു സാഹചര്യത്തിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തീക്കാഞ്ഞിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇന്ന് ഒരു മിസൈൽ പതിച്ചിട്ട് ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായിട്ട് 2 പേർ കൊല്ലപ്പെടുന്നത്. ഇതോടുകൂടി 471 പേർ ഈ ഒക്ടോബർ 11 ഇതിന് ശേഷം വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലെ ആക്രമണം മൂലം ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണമായിരുന്നു ഇന്ന് സംഭവിച്ചത്. അതുമാത്രമല്ല, നമ്മൾ ഇതോട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തണുപ്പ് മൂലം മാത്രം ഗസയിൽ വേണ്ടത്ര വിൻ്റർ ക്ലോത്തുകളില്ലാതെ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ 10 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കണക്ക് മാത്രമല്ല, ഈ ഒരു തണുപ്പ് സീസണിന് ശേഷം 10 കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഗസയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഒരു വിവേചനരഹിതമായ ആക്രമണത്തിലൂടെ നരനായട്ടിലൂടെ കുഞ്ഞുങ്ങളും മറ്റ് സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്നതും 500ഓളം ആളുകളാണ് ഈ ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം നിലവിൽ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,71,000 കവിഞ്ഞു. ഇതുപോലെ പരിക്കേറ്റവരും ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 71,000 കഴിഞ്ഞു. അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കവിഞ്ഞു. ഇങ്ങനെ വളരെ ദുഃഖപൂർണ്ണമായൊരു സാഹചര്യമാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിന് ശേഷവും ഗസയിൽ നിലവിലുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഗസയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ന്യൂ ഗസ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം US-ൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി US-ൻ്റെ പശ്ചിമേഷ്യയിലേക്കുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ മുതിർന്ന US നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ടുള്ള
ആയിട്ടുള്ള ജറാദ് കുഷ്ണർ, ട്രംപിൻ്റെ മരുമകൻ കൂടിയാണ്. ഈ രണ്ട് പേരും ഇന്ന് ഇസ്രായേലിലുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇവർ രണ്ടു പേരും ഈ വിഷയത്തിൽ ന്യൂ ഗസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്നാണ് വിവരം. ഈ ന്യൂ ഗസ പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം ദാവോസിലാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ US പങ്കുവച്ചിരുന്നത്. ഈ ഗസയെ ഒരു വലിയ സിറ്റിയാക്കി മാറ്റുക, വലിയ ഒരു $1 ബില്യൺ പ്രോജക്റ്റ്, $25 ബില്യൺ ഡോളറിൻ്റെ ഒരു PPP പ്രോജക്റ്റാണ് US അവിടെ വിഭാവനം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇത് ഗസയിലുള്ള ആളുകളോട് സംസാരിക്കാതെയാണ് ഇത്തരമൊരു പ്രോജക്റ്റുമായിട്ട് US മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബോർഡ് ഓഫ് കൗൺസിൽ രൂപീകരണത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഗസയുമായി ബന്ധപ്പെട്ട ന്യൂ ഗസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജറാദ് കുഷ്ണറും നിലവിൽ ഇസ്രായേലിലുള്ളത്. ദിവ്യ. ശരി അബ്ബാസ, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചു അതിശൈത്യമാണ് ഗസയിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ കുഞ്ഞുങ്ങളടക്കമുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഇതിനിടയിലും അവിടേക്കുള്ള ആവശ്യത്തിനുള്ള സഹായങ്ങൾ എത്തിക്കാൻ അതിന് തടസ്സം നിൽക്കുകയാണോ ഇസ്രായേൽ? ദിവ്യ, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഇസ്രായേലിൻ്റെ നിലപാട് മൂലം ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ മുഴുവൻ നിലച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റഫ അതിർത്തി തുറന്നാൽ മാത്രമാണ് യഥാർത്ഥ രീതിയിലുള്ള സഹായവും മാനുഷിക സഹായവും അതുപോലെ ഭക്ഷണം, മരുന്ന്, വെള്ളം ഇതുപോലെയുള്ള അവശ്യ സഹായ വസ്തുക്കൾ, പ്രത്യേകിച്ചും നല്ല തണുപ്പാണ്, ഈ തണുപ്പിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ സഹായ വസ്തുക്കളൊക്കെ ഗസയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം മൂലം നിലവിൽ ഈ റഫ അതിർത്തി തുറക്കാൻ ഇതുവരെ ആയിട്ടില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദം ഇക്കാര്യത്തിൽ വളരെ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫലസ്തീനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു റഫ അതിർത്തി തുറക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ അതിർത്തി തുറക്കാത്തിടത്തോളം കാലം ഗസയിലെ ദുരിതം ഇങ്ങനെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ഇവിടെ ഭവനരഹിതരായിട്ടുള്ളത്, സ്വന്തം കിടപ്പാടവും വീടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്ത് അവർ ഇപ്പോൾ നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അവശേഷിക്കുന്ന റബിളുകൾക്കിടയിൽ, കൂനകൾക്കിടയിലൊക്കെ ചെറിയ ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന കുടുംബങ്ങളെയാണ്. വലിയ കെട്ടിടങ്ങൾ, തകർന്നുപോയ കെട്ടിടങ്ങൾക്കിടയിൽ ഇങ്ങനെ ടെൻറ്റുകൾ സ്ഥാപിച്ച് ഈ കടുത്ത ശൈത്യത്തോട് മല്ലിടുന്ന ഗസക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായിട്ടും റഫ അതിർത്തി തുറക്കേണ്ടതുണ്ട്. തുറന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചികിത്സ അടക്കമുള്ള സഹായങ്ങൾ അങ്ങോട്ട് എത്തുകയുള്ളൂ. ഈ സഹായങ്ങൾ കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ എല്ലാവരും സന്നദ്ധമാണ്. ഖത്തറും അതുപോലെ UAEയും സൗദിയും ഈ എല്ലാ രാഷ്ട്രങ്ങളും ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റെഡിയാണ്. അന്താരാഷ്ട്ര സംഘടനകളും റെഡ് ക്രോസ് അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും അതിൻ്റെ റെഡിയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം അഥവാ ഈ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് വരെ റഫ അതിർത്തി തുറക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് നിലവിൽ ഇസ്രായേൽ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത്. വളരെ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഗസക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റഫ അതിർത്തി തുറന്നാൽ മാത്രമേ ഗസ നിലവിൽ അനുഭവിക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് ഒരു ചെറിയ അളവിലെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. അത് തന്നെ നമ്മൾ ഓർക്കേണ്ടത്. ഗസയിൽ ഇസ്രായേലിന്റെ ക്രൂരത തുടരുകയാണ്. ഈടാവണ്ണൊരുക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് തുടക്കമായി. രാത്രി 11 വരെ നീളുന്ന ബിസിനസ് കോൺക്ലേവ് മലയാളി ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി മാറും. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സംരംഭകർ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്ന് വിശാൽ ചെർപ്പുളശ്ശേരിയാണ് ചേരുന്നത്. വിശാൽ, മലയാളി ബിസിനസ് സമൂഹം ഒന്നടങ്കം അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണോ? ഇത്ര വലിയ പിന്തുണയാണ് ബിസിനസ് കോൺക്ലേവിന് ലഭിക്കുന്നത്? ദിവ്യ, മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ജിദ്ദ എഡിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ജിദ്ദയിലാണ് എന്നുള്ളത് വളരെയധികം പ്രത്യേകതയാണ്. കഴിഞ്ഞ 2 സീസണുകൾ നടന്നത് റിയാദിലും അതോടൊപ്പം തന്നെ ദമാമിലുമായിരുന്നു. ഇതിൽ നിന്നും വ്യത്യാസമായാണ് ജിദ്ദയിൽ നടക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം 3 വിധത്തിലുള്ള പ്രാധാന്യം ജിദ്ദക്കുണ്ട്. ഒന്നാമത് ജിദ്ദ എന്നുള്ള ഒരു വ്യാപാര നഗരം, കാലങ്ങളായിട്ട് വളരെ പരമ്പരാഗത വ്യാപാര ചരിത്രമുള്ള ഒരു നഗരമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത. അതോടൊപ്പം ഏറ്റവും അധികം മലയാളികൾ മലബാർ ഏരിയയിൽ അടക്കമുള്ള ഏറ്റവും അധികം മലയാളി പ്രവാസികളുള്ള ഒരു ഇടം കൂടിയാണ് ജിദ്ദ. നമ്മളോടൊപ്പം ഇപ്പോൾ നിരവധിയായിട്ടുള്ള സംരംഭകർ ഇവിടെ ഈ ഒരു ടീ ബ്രേക്കിൽ അവരുടെ ബിസിനസ് നെറ്റ്വർക്കിങ്ങുകൾ അധികരിപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. നമ്മളോടൊപ്പം ഒരുപാട് പേരുണ്ട്. എന്താണ് വിശേഷം?
നല്ല വിശേഷം. എങ്ങനെയുണ്ട് ഇത്? പ്രോഗ്രാം വളരെ നന്നായിരുന്നു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റി. പിന്നെ ഒരുപാട് കണക്ഷൻസ്, പ്രത്യേകിച്ച് മലയാളി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇനി സൗദിയുടെ ഭാവി എങ്ങനെയാണെന്നും എന്തൊക്കെ തരത്തിലാണ് നമുക്ക് സേഫായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇവിടെ കുറേ കാര്യങ്ങൾ അറിയുന്നല്ലോ. കൂടുതൽ ബിസിനസ്സുകാരൊക്കെ ഒരുമിച്ച് ഇതിനു മുന്നേ ഇത്ര അധികം കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒരുപാട് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ മലയാളികളും സൗദി അറേബ്യയിൽ ഈ ഒരു ജിദ്ദയിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരെയും മലയാളികൾക്കിടയിൽ ഇതേ സെയിം നമ്മൾ ഒരേപോലെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ കണക്ഷൻസ് കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഒരു ഫ്യൂച്ചർ സമ്മിറ്റാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെഷനുകളൊക്കെ കണ്ടിരുന്നു? തുടങ്ങിയുള്ളൂ. തുടക്കത്തിൽ തന്നെ നല്ല ഉഷാറായിട്ടുള്ള 2 സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാവുമെന്ന് വിചാരിച്ചു. ഏതാണ് നമ്മുടെ ഒരു? നമ്മൾ ഇപ്പം നജീബ് മുസ്ലിയാരകത്ത്. കമ്പനി ഏതാണ്? ഞങ്ങൾ അൽ റഹേലി മെഡിക്കൽ സെന്റർ, ഹെൽത്ത് കെയർ. നമ്മുടെ ഒരു മെഡിക്കൽ സെന്ററിന് എത്രത്തോളം ഈ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത്? അതിൽ ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്. ഹെൽത്ത് കെയറിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളതാണല്ലോ സൗദിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും. കണക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സംസാരം എന്തൊക്കെ ബന്ധപ്പെട്ട് പുതിയ പുതിയ ആളുകളായിട്ട് പുതിയ ആളാണ് അല്ല പുതിയ പുതിയ ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതിൽ പുതിയ അറിവുകളും നമ്മളെ കമ്പനികളായിട്ട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ പല മേഖലയും നമ്മൾ കണ്ടെത്താൻ കഴിയും. അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഈ ഒരു ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയ പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് ബിസിനസ്സിലാണ് ഞാനിപ്പോൾ. അതായത് മാനുഫാക്ചറിങ് 2027 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു വിഷനിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് സാധ്യതകളെ കുറിച്ചിട്ട് ഇന്നത്തെ ഈ വിഷനിൽ തന്നെ നമുക്ക് സംസാരിക്കുന്ന നമുക്ക് വലിയ ആദ്യ ടീ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നൽ? ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു സെക്ഷനായിട്ടാണ് നമുക്കിതിപ്പോൾ ഫസ്റ്റ് തന്നെ മിസ്റ്റർ മുജീബ് സാറിൻ്റെ ആ ഒരു ടോക്കിംഗ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് പേര്? നസീർ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പരിപാടി. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ പുതിയ സംരംഭകരെ കാണാൻ പറ്റി. ഞാൻ ബേക്കറി ഫീൽഡിലാണ്, ഷീറലാത്തി എന്ന് പറഞ്ഞ. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആദ്യ സെഷൻ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. ഇൻഷാ അല്ലാഹ് കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾ നേരിട്ട് കേട്ടതാണ് ബിസിനസ് സംരംഭകർ അവരുടെ കണക്ടിവിറ്റി സാധ്യതകളെക്കുറിച്ചും അതുപോലെ തന്നെ മാറുന്ന സൗദിയുടെ സാധ്യതകളും ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയും, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഓരോ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. മീഡിയ വണ്ണിനോടുള്ള വിശ്വാസ്യത നമുക്ക് ഈ ഒരു എൻ്റെ പുറകിൽ കാണുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വരുന്ന ഇനി മറ്റു പ്രവിശ്യകളിലേക്ക് കൂടി ഈ ഫ്യൂച്ചർ സമ്മിറ്റ് പടർന്ന് പിടിക്കാനുള്ള അല്ലെങ്കിൽ പടർത്താനുള്ള എല്ലാ ചർച്ചകളും മീഡിയ വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. വിദ്യ. ശരി, യെസ്, അതാണ് എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് മലയാളി ബിസിനസ് സമൂഹത്തിൽ നിന്ന് ഫ്യൂച്ചർ സമ്മിറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മിഷാൽ ചെർപ്പുളശ്ശേരി ജിദ്ദയിൽ നിന്ന് നൽകി. മറ്റു വാർത്തയിലേക്ക്. UAE വിപണിയിൽ സർവകാല റെക്കോർഡിട്ട് സ്വർണ്ണവില. ചരിത്രത്തിലാദ്യമായി 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് 600 ദിർഹം പിന്നിട്ടു. കഴിഞ്ഞ 5 ദിവസവും തുടർച്ചയായി സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുകയാണ്. ഡിസംബറിൽ ഗ്രാമിന് 500 ദിർഹം എന്ന റെക്കോർഡ് പിന്നിട്ട 24 ക്യാരറ്റ് സ്വർണം ജനുവരി അവസാനിക്കുന്നതിന് മുമ്പ് ഗ്രാമിന് 600 ദിർഹം 86 ഫിൽസ് എന്ന നിലയിലേക്കെത്തി. ഒരു മാസത്തിനിടെ 100 ദിർഹത്തിലേറെ കുതിപ്പ്. US പ്രസിഡന്റ് ട്രംപിന്റെ ഇടയ്ക്കിടെയുള്ള നിലപാട് മാറ്റവും യുദ്ധപ്രഖ്യാപനവും ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായി വിലയിരുത്തുന്നത്. കറൻസികളെ വിട്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ്. ഡിസംബറിൽ കുതിച്ചു കയറിയ സ്വർണ്ണവില ഈ മാസം തുടക്കത്തിൽ കുറച്ച് ദിവസം താഴേക്ക് പോകുമെന്ന സൂചന നൽകിയെങ്കിലും ജനുവരി അവസാന ദിവസങ്ങളിൽ വീണ്ടും കുത്തനെ ഉയർന്ന് പുതിയ റെക്കോർഡിലേക്ക് എത്തുകയാണ്. 22 ക്യാരറ്റ് ഗ്രാമിന് 550 ദിർഹം 79 ഫിൽസാണ് പുതിയ വില. 21 ക്യാരറ്റ് 525 ദിർഹം 75 ഫിൽസിലേക്കും 18 ക്യാരറ്റ് 450 ദിർഹം 64 ഫിൽസിലേക്കും വിലയെത്തി. മീഡിയ വൺ, ദുബായ്. ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി ഒമാൻ. ഗാർഹിക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും തൊഴിൽ ക്രമീകരണവും ലക്ഷ്യമാക്കി ഒമാൻ പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു. തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത്.
ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ്, കൃത്യമായി നിർണയിച്ച ജോലി സമയം, നിയന്ത്രിത അവധി അവകാശങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഈ മാസം ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബവൈൻ പറഞ്ഞു. ഗാർഹിക തൊഴിലാളികൾക്കും സമാന തൊഴിൽ മേഖലയിലുള്ളവർക്കും രൂപപ്പെടുത്തിയ നിയന്ത്രണ ചട്ടക്കൂട് നിബന്ധനകൾ കഠിനമാക്കുന്നതല്ലെന്നും തൊഴിലാളികളും തൊഴിലിടങ്ങളും തമ്മിലുള്ള അവകാശവാദികൾ ഉറപ്പാക്കുന്നതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത്. നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, വാർഷിക അവധി അവകാശങ്ങൾ എന്നിവ ഇതിലൂടെ ഉറപ്പാക്കുകയാണ്. സേവനാനന്തര ആനുകൂല്യങ്ങളിൽ മാറ്റമുണ്ട്. ഓരോ സേവന വർഷത്തിനും പ്രതിമാസ വേതനത്തിന്റെ പകുതി എന്ന രീതിയിലാണ് ആനുകൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനിലെ പൊതു തൊഴിൽ നിയമത്തിൽ പറയുന്ന 1 മാസത്തെ ശമ്പളത്തിന് പുറമെയാണ് 15 ദിവസത്തെ വേതനം ഗാർഹിക തൊഴിലാളികൾക്ക് ആനുകൂല്യമായി നിശ്ചയിച്ചിരിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. പുതുതായി വോട്ട് ചേർക്കാൻ വിദേശത്തു നിന്ന് അപേക്ഷ സമർപ്പിക്കുന്ന പ്രവാസികൾക്ക് ആശങ്ക തുടരുകയാണ്. ഫോം 6A വഴി അപേക്ഷിക്കുന്നവരുടെ ബൂത്ത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് പരാതി. ബൂത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ EROമാർക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഫോം 6A പ്രകാരമാണ് പ്രവാസികൾ പേര് ചേർക്കേണ്ടത്. ഈ ഫോമിൽ ബന്ധുവിന്റെ എപ്പിക് നമ്പർ ചേർക്കാനോ ബൂത്ത് നമ്പർ നൽകുവാനോ അവസരമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ നമ്പർ ചേർക്കാത്തതുകൊണ്ട് തന്നെ EROമാർക്ക് അപേക്ഷകൾ തരംതിരിച്ച് BLOമാർക്ക് നൽകാനും കഴിയുന്നില്ല. ഫോം 6ൽ ബന്ധുവിന്റെ എപ്പിക് നമ്പർ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അത് ഫോം 6Aയിലും ഉൾപ്പെടുത്തിയാൽ പ്രതിസന്ധി മറികടക്കാനാകും. വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേര്, ആ പേരുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് ബൂത്തുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് BLOക്കാണ് ഇത് അസൈൻ ചെയ്യേണ്ടതെന്ന് EROക്കോ അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഇത് സബ്മിറ്റഡ് സ്റ്റാറ്റസ് കാണുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. വിദേശത്ത് ജനിച്ചവരുടെ ജന്മസ്ഥലം രേഖപ്പെടുത്താൻ കഴിയാത്ത പ്രശ്നം SIRൽ നിലനിൽക്കുകയാണ്. അവസാന നിമിഷം പ്രവാസി വോട്ടർമാരോട് ഡിക്ലറേഷൻ സമർപ്പിക്കാൻ ആവശ്യപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മീഡിയ 1, ദോഹ. പാസ്പോർട്ട് പുതുക്കിയ പ്രവാസികൾക്ക് SIRൽ പേരു ചേർക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ്. പ്രവാസം തുടങ്ങിയ തീയതി ടൈപ്പ് ചെയ്യുമ്പോൾ ഇറർ സന്ദേശം വരുന്നത് പരിഹരിക്കണമെന്നതാണ് ആവശ്യം. ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് K സൈനുലാബിദാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത്. മീഡിയ 1 ആണ് SIRലെ പ്രവാസികൾക്ക് പുതിയ കുരുക്കെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തവക്കൽനയിൽ കൂടുതൽ സേവനങ്ങൾ ഏർപ്പെടുത്തി സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ അതോറിറ്റി. ശമ്പളവും സാമ്പത്തിക അവകാശങ്ങളും അറിയാനുള്ള സേവനമാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. മാനവ വിഭവശേഷി മന്ത്രാലയം, ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് എന്നിവയുമായി ചേർന്നാണ് സേവനം ഒരുക്കുന്നത്. സൗദി നാഷണൽ സെന്റർ ഫോർ ഗവൺമെന്റ്സ് റിസോഴ്സ് സിസ്റ്റംസിന് കീഴിലുള്ള വ്യക്തിഗത ആപ്ലിക്കേഷനായ തവക്കൽനയിൽ കൂടുതൽ സേവനങ്ങൾ. വ്യക്തികളുടെ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും വിവരങ്ങൾ അറിയുവാനുമുള്ള സേവനമാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. ഇതുവഴി ഗുണഭോക്താക്കൾക്ക് അവരുടെ ശമ്പളവും അവയിൽ വരുന്ന അപ്ഡേറ്റുകളും സാമ്പത്തിക അവകാശങ്ങളുടെ വിശദാംശങ്ങളും എളുപ്പത്തിൽ ലഭിക്കും. വ്യക്തിഗത ലോഗിൻ വഴി എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ അറിയുവാൻ സാധിക്കുമെന്ന് അധികൃതർ വിശദീകരിച്ചു. സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ ഡിജിറ്റൽ സേവനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈറ്റിലെ ഷുവൈഖ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തൊഴിൽ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ റബാബ് അൽ ഒസൈമിയുടെ നേതൃത്വത്തിൽ 37 ഇൻസ്പെക്ടർമാർ 123 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 44 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും 79 സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതായി സ്ഥിരീകരിച്ചതായും അതോറിറ്റി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 123 അടിയന്തര ഇലക്ട്രോണിക് പരിശോധനകളും നടപ്പിലാക്കി. ഇലക്ട്രോണിക് എമർജൻസി ഇൻസ്പെക്ഷൻ സംവിധാനത്തിലൂടെ ലംഘനങ്ങൾ രേഖപ്പെടുത്തി തൊഴിലുടമകൾക്ക് തൽക്ഷണ ഡിജിറ്റൽ അറിയിപ്പുകളും നൽകി. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കിഴക്കൻ സൗദിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകി. സൗദിയിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള കിഴക്കൻ സൗദിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസും നിർദ്ദേശം നൽകി. മദീന, അൽ ഖസീം, ഹായിൽ, തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ,
കിഴക്കൻ പ്രവിശ്യ, റിയാദിന്റെ വടക്ക് ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. മക്കയിലും അൽബഹയിലും രാത്രി വൈകിയും രാവിലെയും മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ 58 ലക്ഷം റിയാൽ ചെലവിൽ നിർമ്മിക്കുന്ന 2 ഫിഷിംഗ് ഹാർബറുകൾ അന്തിമഘട്ടത്തിലേക്ക്. മത്സ്യബന്ധന മേഖലയ്ക്ക് കരുത്തേകുന്ന ഹാർബർ ഹാസിക്, ഹദുബീൻ എന്നിവിടങ്ങളിലാണ് ഒരുങ്ങുന്നത്. 58 ലക്ഷം റിയാൽ ചെലവിൽ ഹാസിക്, ഹദ്ബീൻ എന്നിവിടങ്ങളിലാണ് കൃഷി ജലവിഭവ മന്ത്രാലയം അത്യാധുനിക ഫിഷിംഗ് ഹാർബർ ഒരുക്കുന്നത്. നിലവിൽ ഹദ്ബീനിലേത് 50%, ഹാസിക്കിൽ 34% നിർമ്മാണം പൂർത്തിയായതായി ദോഫാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൽ നാസർ ബിൻ ഉബൈദ് ഗവാസ് അറിയിച്ചു. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളെ പിന്തുണക്കുന്നതിനും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റോഡുകൾ, വെളിച്ചം, പൊതുസൗകര്യങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മത്സ്യബന്ധനത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തുറമുഖ മേഖലകളിലെ പൊതു സ്വകാര്യ മേഖലകളുടെ സേവനം വർദ്ധിപ്പിക്കുക എന്നത് കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മത്സ്യബന്ധന മേഖലയിലെ കൂടുതൽ വരുമാനത്തിലൂടെ പദ്ധതി ദേശീയ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ കരുത്തേക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. മിർബാത്തിലെ മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനമടക്കം ദോഫാറിലെ മറ്റു മത്സ്യബന്ധന പദ്ധതികളും ആസൂത്രണ ഘട്ടത്തിലാണ്. മീഡിയ 1, മസ്കത്ത്. നെസ്വയിൽ പുതിയ ഈത്തപ്പഴ വാണിജ്യ കോംപ്ലക്സ് തുറന്ന് ഒമാൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കമ്പനി. 35,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് ഒരുങ്ങിയത്. വാർഷിക ഉൽപാദനശേഷി 30,000 ടണ്ണാണ്. വ്യാവസായിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഒമാനി ഈത്തപ്പഴ സംസ്കരണ വ്യവസായങ്ങളുടെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പദ്ധതിയാണിത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുസലാം ബിൻ മുഹമ്മദ് അൽ മുഷീർ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. 35,000 ചതുരശ്ര മീറ്ററാണ് കെട്ടിടത്തിന്റെ വിസ്തൃതി. വാർഷിക ഉൽപാദനശേഷി 30,000 ടണ്ണാണ്. കൂടാതെ ഫ്രോസൺ, ചിൽഡ്, ഡ്രൈ തുടങ്ങി വിവിധ സംഭരണ രീതികൾ ഉപയോഗിച്ച് 30,000 പാലറ്റുകളുടെ സംഭരണ ശേഷിയുമുണ്ട്. 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രോസസിംഗ് ഹാളുകളാണ് കോംപ്ലക്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിളവെടുപ്പിന് ശേഷമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയാണ് നടക്കുക. കോംപ്ലക്സിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉയർന്ന ഗുണനിലവാരത്തിലുള്ളതും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് അധികൃതർ അറിയിച്ചു. പദ്ധതി ഇതിനകം നിരവധി അന്താരാഷ്ട്ര നിലവാര സർട്ടിഫിക്കേഷനുകളും നേടിയിട്ടുണ്ട്. സൗരോർജ്ജം ഉപയോഗിക്കൽ, ജല പുനരുപയോഗം തുടങ്ങി പരിസ്ഥിതി സൗഹൃദ പരിഹാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഹൈവേകളിലും പൊതുയിടങ്ങളിലും സ്ഥാപിക്കുന്ന ബിൽ ബോർഡുകൾക്ക് പുതിയ ലൈറ്റിംഗ് ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇലക്ട്രോണിക് പരസ്യങ്ങളുടെ തെളിച്ചവും ലൈറ്റിംഗ് പവറും ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ച പരിധിക്കുള്ളിലായിരിക്കണമെന്ന് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസ്ഫോർ വ്യക്തമാക്കി. ഡ്രൈവർമാരുടെ സുരക്ഷയെ ബാധിക്കുന്ന മിന്നുന്ന വെളിച്ചവും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കവും കർശനമായി വിലക്കിയിട്ടുണ്ട്. പരസ്യ ടെൻഡറുകളിൽ പങ്കെടുക്കുന്ന കമ്പനികൾ ലൈറ്റിംഗ് പവർ മാനദണ്ഡങ്ങൾ പാലിച്ചതിന്റെ തെളിവുകൾ ഹാജരാക്കണം. ഇലക്ട്രോണിക് പരസ്യ ഉള്ളടക്കങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിൽ ആരോഗ്യ മന്ത്രാലയത്തിനും പങ്കുണ്ടാകും. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കെട്ടിടം ഷുവൈക്കിലെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനുവരി 25 മുതൽ പുതിയ കേന്ദ്രത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുമെന്ന് ട്രാഫിക് അവബോധ വകുപ്പ് ഡയറക്ടർ കേണൽ ഫഹദ് അൽ എസ വ്യക്തമാക്കി. ഷുവൈക്കിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനടുത്താണ് പുതിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സേവന ഗുണമേന്മ വർദ്ധിപ്പിക്കുക, നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, പൊതുജനങ്ങൾക്ക് വേഗത്തിൽ മികച്ച സേവനം നൽകുക എന്നിവയാണ് മാറ്റത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ സഖീറിലെ ട്രീ ഓഫ് ലൈഫിന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ 8 വയസ്സുകാരനടക്കം 3 സ്വദേശികൾ മരിച്ചു. വിനോദയാത്രയ്ക്കെത്തിയ സംഘം സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം. 2 യുവാക്കളും 8 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് അപകടത്തിൽ മരിച്ചത്. വിനോദസഞ്ചാരത്തിന് ഏറെ പേരെത്തുന്ന അൽഖാറ ഭാഗത്താണ് ദാരുണ അപകടം ഉണ്ടായത്. ഗൾഫ് മാധ്യമം സലാലയിൽ ജനുവരി 30 സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയുടെ ഭാഗമായി റോഡ് ഷോ നടന്നു. അൽവാദി ലുലുവിൽ നടന്ന പരിപാടി നടി ഡയാനയാണ് നയിച്ചത്. മാനവികതയുടെ സന്ദേശമുയർത്തുന്ന ഹാർമോണിയസ് കേരളയുടെ മുന്നോടിയായി MG ശ്രീകുമാറിന്റെ പാട്ടുകളുമായി സംഘടിപ്പിച്ച സിംഗ് ആൻഡ് വിൻ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയും റോഡ് ഷോയിൽ നടന്നു. ജൂനിയർ, സീനിയർ കാറ്റഗറികളിലായി 5 പേർ വീതം ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചു. നൂറുകണക്കിന് പേരാണ് ആദ്യ റൗണ്ടുകളിൽ പങ്കെടുത്തത്. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വിനോദ പരിപാടികളും മത്സരങ്ങളും നടന്നു. വിജയികൾക്ക്
സ്പോൺസേഴ്സും പ്രത്യേക ക്ഷണിതാക്കളും സമ്മാനങ്ങൾ നൽകി. MG ശ്രീകുമാറും ഭാവനയും ഫാസിൽ ബഷീറും പങ്കെടുക്കുന്ന ഹാർമോണിയസ് കേരള സീസൺ 6 ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുകയാണ്. മീഡിയ 1 സലാല. 350 കിലോ ഭാരമൊക്കെ പുട്ടുപോലെ അടിക്കുന്ന കുറച്ച് മല്ലന്മാരുടെ കഥ കാണാമിനി. ആസ്പയർ പാർക്കിൽ നടന്ന ഖത്തർ സ്ട്രോങ്ങസ്റ്റ് മെൻ ടൂർണമെന്റിലെ കാഴ്ചകളാണിത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മസിൽ പെരുപ്പിച്ച ഈ മല്ലന്മാരെ കാണും മുമ്പ് നമുക്ക് ആദ്യം ഈ കാഴ്ചയൊന്ന് കാണാം. വോളണ്ടിയർമാരാണ്, 5 പേരുണ്ട്. ഈ കൂറ്റൻ ടയർ ഒന്ന് നിരക്കി നീക്കാനുള്ള ശ്രമമാണ്. ഇനി ഇതുകൂടി കാണണം. എങ്ങനെയുണ്ട് ഒരാൾ ഒറ്റയ്ക്ക്? കിൻഡൽ ഭാരമുള്ള ടയറാണ് പുഷ്പം പോലെ മറിച്ചിട്ടത്. ദോഹയിൽ നടന്ന മല്ലന്മാരുടെ പോരാട്ടത്തിലെ ഒരൊറ്റ ഐറ്റം മാത്രമായിരുന്നു ഇത്. 350 കിലോ ഭാരം പൊക്കി നടക്കുക, 140 കിലോ ഭാരമുള്ള മണൽബാഗ് വലിക്കുക, കൂറ്റൻ ട്രക്ക് വലിച്ചു നീക്കുക തുടങ്ങിയ കലാപരിപാടികൾ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സംഗതി കൊള്ളാം അല്ലേ? പോരാട്ടത്തിൻ്റെ ഇടവേളയിൽ ആരാധകരെ ത്രസിപ്പിക്കാൻ ഇങ്ങനെ ചില ചില്ലറ ഐറ്റങ്ങളും അരങ്ങേറി. കളത്തിലെ ആവേശച്ചൂട് ഒട്ടും കുറയാതെ ഗാലറിയിലും ഉണ്ടായിരുന്നു. എല്ലാവരും മല്ലന്മാരുടെ കടുത്ത ആരാധകർ. It's very wonderful. We are enjoying. Yeah, because my friend here, Muhammad Widar. പരിപാടി സൂപ്പറാ. മുന്നേ വന്നിട്ടുണ്ട്, ഇത് സെക്കൻഡ് ടൈം ആണ്. സൂപ്പർ പരിപാടിയാ. കെനിയയുടെ ക്രിസ്റ്റഫർ ഒക്കെച്ച് മത്സരത്തിൽ ചാമ്പ്യനായി. GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മല്ലന്മാരെ മലർത്തിയടിച്ചാണ് ക്രിസ്റ്റഫറിന്റെ കിരീട നേട്ടം. ആസ്പയർ സോൺ ഫൗണ്ടേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഖത്തറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. ദോഹയിലെ ആസ്പയർ സോണിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. വിപുലമായ പരിപാടികളോടെ ഒമാനിലെ ജലാൻ ബാനി ബുഹസൻ അൽ തഹൈം വിന്റർ സീസണിന്റെ 3ാം പതിപ്പിന് തുടക്കമായി. 90-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വദേശികൾക്കും വിദേശികൾക്കും ഒമാന്റെ ഏറ്റവും മികച്ച ശൈത്യകാലം അനുഭവിക്കാനാകുന്ന ഫെസ്റ്റിവൽ ഫെബ്രുവരി 7 വരെ നീണ്ടു നിൽക്കും. സൗത്ത് ഷർക്കിയ ഗവൺമെന്റിലെ ജാലൻബാനി ബുഹസനിലെ അൽ തഹൈം വിന്റർ സീസണിന്റെ 3ാം പതിപ്പിനാണ് തുടക്കമായത്. പുതിയ പതിപ്പിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്റർ, പൈതൃക ഗ്രാമം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പവലിയനുകൾ, സന്ദർശകർക്ക് വൈവിധ്യമാർന്ന വിഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റെസ്റ്റോറന്റ്, കഫേ ഏരിയകൾ, ഒമാനി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എടുത്തു കാണിക്കുന്ന തേൻ, ഈന്തപ്പഴ പ്രദർശനം, കുടുംബ വിനോദ ഗെയിം സോണുകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പവലിയനുകൾ എന്നിങ്ങനെ ആഘോഷിക്കാനുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സൗത്ത് ഷർക്കിയ ഗവർണർ ഡോക്ടർ യഹിയ ബിൻ ബദർ അൽ മവാലയുടെ രക്ഷണത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. ഗവൺമെന്റിൽ ലക്ഷ്യമിട്ടുള്ളതും പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വികസന പദ്ധതികളും സംരംഭങ്ങളും ഡിജിറ്റൽ പരിവർത്തന പദ്ധതികളും വേദിയിൽ പ്രദർശിപ്പിച്ചു. സ്വദേശികൾക്കും വിദേശികൾക്കും ഒമാന്റെ ഏറ്റവും മികച്ച ശൈത്യകാലം അനുഭവിക്കാവുന്ന ഫെസ്റ്റിവൽ ഫെബ്രുവരി 7 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1, മസ്കത്ത്. UAEയിൽ തൃശൂർ പൂരത്തിന് പിന്നാലെ കുന്നംകുളം പെരുന്നാളും എത്തുന്നു. പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പെരുന്നാൾ ഫെബ്രുവരി 1 നടക്കുന്നത്. ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരും ആഘോഷങ്ങളുടെ ഭാഗമാകും. നാട്ടിലെ പെരുന്നാളിന്റെ അതേ വൈബോടെ UAEയിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ് ശ്രമം. IM വിജയൻ അടക്കമുള്ള സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതിഥികളായെത്തുമെന്നും സംഘാടകർ ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ആഘോഷങ്ങൾക്ക് കൊടിയേറും. മേളങ്ങളുടെ അകമ്പടിയോടെ ഗജസംഗമം, ശിങ്കാരിമേളം, കൊട്ടിക്കയറ്റം എന്നിവയ്ക്ക് പുറമെ വിനീത് ശ്രീനിവാസന്റെയും സ്റ്റീഫൻ ദേവസിയുടെയും സംഗീത പരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഷാജു സൈമൺ, സെരിൻ ചീരൻ, റോഷൻ സത്യൻ, ബ്യൂട്ടി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1, ദുബൈ. ഖത്തറിൽ GCC സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത സേനാഭ്യാസം നാളെ മുതൽ ഫെബ്രുവരി 4 വരെ നീണ്ടു നിൽക്കും. ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊപ്പം US-ന്റെ സ്പെഷ്യൽ യൂണിറ്റുകളും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. മേഖല നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കെതിരെ സജ്ജമായിരിക്കുക, സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സൈനികാഭ്യാസം സംഘടിപ്പിക്കുന്നത്.
UAE-യിലെ പ്രമുഖ രാഷ്ട്രീയ സ്ഥാപനമായ അൽ റാഹിയുടെ 101ാമത്തെ ഷോറൂം തുറന്നു. അജ്മാൻ ജർഫിലാണ് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. 2 പതിറ്റാണ്ടോളമായി UAE-യിൽ റോസ്റ്ററി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിപണന രംഗത്ത് വേറിട്ട് നിൽക്കുന്ന അൽ റാഹിയുടെ പുതിയ ഷോറൂം യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ MD ഷൗക്കത്ത് നയീമി അൽ ബുഖാരിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓപ്പണിംഗ് ഓഫറുകൾക്ക് പുറമെ റമദാൻ പ്രമാണിച്ച് വിവിധതരം കോംബോ പാക്കുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് അൽ റാഹി മാനേജിംഗ് ഡയറക്ടർ തൻവീർ താജുദ്ദീൻ പറഞ്ഞു. ഈ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിലക്കിഴിവിലും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ പ്രമാണിച്ച് നമ്മൾ പുതിയ കോംബോ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 99 ദിറംസ്, 149 ദിറംസ്, 199 3 തരത്തിലുള്ള ഓഫറുകളാണത് കോംബോ ഓഫർ വരുന്നത്. അത് UAE-യിൽ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. 26 ആരംഭിക്കുന്ന എക്സ്പോയിൽ ആരംഭിക്കുന്ന ഗൾഫ് ഫുഡിൽ എക്സിബിഷനിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് കോറോത്ത്, അജ്മൽ അസീസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി. മീഡിയ 1 അജ്മാൻ. കുവൈറ്റിൽ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്ത്യ ഉത്സവന് തുടക്കമായി. ജനുവരി 22-ന് അൽ റായിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ലുലു കുവൈറ്റിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ജനുവരി 21 മുതൽ 27 വരെ കുവൈറ്റിലെ വിവിധ ലുലു ഔട്ട്ലെറ്റുകളിലായി നടക്കുന്ന പരിപാടികളിൽ മികച്ച ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിലെ വെസ്റ്റ് അബു ഫത്തറ വ്യാവസായിക സേവന മേഖലാ പദ്ധതിയിൽ ഗുരുതര ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. കേസിന്റെ സാങ്കേതികവും നിയമപരവുമായ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ മരവിപ്പിക്കുകയും രേഖകൾ നീക്കം ചെയ്യുന്നത് തടയുകയും ചെയ്തതായി പ്രോസിക്യൂഷൻ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ചിലർക്കെതിരെ യാത്രാ വിലക്കേർപ്പെടുത്തിയതായും അന്വേഷണം തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിൽ വിദേശ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചു നൽകിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പബ്ലിക് പ്രോസിക്യൂഷൻ പൂട്ടിച്ചു. സ്ഥാപനം നടത്തിയിരുന്ന ഏഷ്യക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് പുറത്തായത്. വിവിധ വിദേശ സർവകലാശാലകളുടേതെന്ന പേരിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ നൽകിയിരുന്നത്. 2026 എമർജിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവാർഡ് നേടി ഒമാൻ. സ്പാനിഷ് ടൂറിസം മാസികയായ വിയാഹാറാണ് സുൽത്താനേറ്റിനെ തിരഞ്ഞെടുത്തത്. സ്പെയിനിലെ യാത്ര, ടൂറിസം മേഖലകളിലെ പ്രതിനിധികളും മാധ്യമങ്ങളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. സ്പാനിഷ് യാത്രാ വിപണിയെ ആകർഷിക്കുന്ന മികച്ച ടൂറിസം സംരംഭങ്ങളും നൂതന അനുഭവങ്ങളുമുള്ള രാജ്യങ്ങളെയാണ് അവാർഡിൽ പരിഗണിച്ചത്. ചരിത്ര പൈതൃകം, സാംസ്കാരിക സമ്പന്നത, വൈവിധ്യമാർന്ന പ്രകൃതി എന്നിവ സംയോജിപ്പിച്ചിട്ടുള്ള സുസ്ഥിര ടൂറിസവും സന്ദർശക അനുഭവവും നൽകുന്നതിനാലാണ് ഒമാനെ തെരഞ്ഞെടുത്തത്. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈറ്റിലെ കബ്ദിൽ രഹസ്യ മദ്യനിർമ്മാണശാല കണ്ടെത്തി. പരിശോധന നടത്തിയത് ആഭ്യന്തര മന്ത്രാലയം. പ്രതികൾ പിടിയിൽ. വിദൂര മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവർക്ക് വിന്റർ ജാക്കറ്റുകൾ വിതരണം ചെയ്തത് സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റയാൻ സോൺ. 200ഓളം തൊഴിലാളികൾക്ക് ജാക്കറ്റുകൾ നൽകി. റിയാദ് പ്രവിശ്യയിലെ അടിസ്ഥാന സൌകര്യ പ്രവർത്തന രംഗത്ത് നിയമലംഘനങ്ങളുടെയും പിഴകളുടെയും ഷെഡ്യൂൾ പുതുക്കി. റിയാദ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് സെന്റർ ഡയറക്ടർ ബോർഡ് മാറ്റങ്ങൾ അംഗീകരിച്ചു. ഒമാനിലെ മസ്കറ്റ് റിയാം തീരദേശ റോഡിന്റെ വലത് ലൈൻ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടു. നടപടി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച്. 5ാമത് വെസ്റ്റ് ഏഷ്യൻ പാരാലിമ്പിക്സിന് വേദിയാകാൻ ഒരുങ്ങി ഒമാൻ. പരിപാടി ഫെബ്രുവരി 1 മുതൽ 8 വരെ മസ്കറ്റിൽ വെച്ചു.